നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥി ഒരു പാരൻ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് അവരുടെ ട്രാക്ക് റെക്കോർഡ് മാർക്ക് കാര്യങ്ങൾ ആദ്യമായിട്ട് നോക്കും. അത് നോക്കി കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്കറിയാം. അതുപോലെ തന്നെ കൃത്യമായി നോക്കേണ്ടത് അവരുടെ ഒരു ബഡ്ജറ്റ് വളരെ നിർണായകമാണ്. പലപ്പോഴും ഒരു പാരൻ്റ് വരുന്ന സമയത്ത്, കുട്ടി വരുന്ന സമയത്ത് അവർക്ക് ചില ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ഒരിക്കലും അവരുടെ ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ബഡ്ജറ്റ് കൂടെ പരിഗണിക്കും. പിന്നെ നമുക്ക് NMCയുടെ ഗൈഡ് ലൈൻസ് കുറേ കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കൺട്രിയാണോ യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത് നോക്കും. ഒരു +2 കഴിഞ്ഞൊരു കുട്ടിയും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തൊരു കുട്ടിയും റിപ്പീറ്റ് ചെയ്ത കുട്ടികളൊക്കെ വരും. അപ്പോൾ അവരെ സംബന്ധിച്ച ഡ്യൂറേഷന് കോഴ്സിൻ്റെ കാലയളവ് വലിയ കൺസേൺ ആയിരിക്കും. എസ്പെഷ്യലി ഗേൾസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ റിപ്പീറ്റ് ഒക്കെ വരാറുണ്ട്. 6 വർഷം കൊണ്ട് കോഴ്സ് കഴിയാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, 7 വർഷം കൊണ്ട് കോഴ്സ് കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു വിദ്യാർത്ഥി വന്നു കഴിഞ്ഞാൽ, ഒരു പാരൻ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ഒരു കൗൺസിലിംഗ് ചെയ്തുകൊണ്ട് അവർക്കൊരു രാജ്യമോ യൂണിവേഴ്സിറ്റിയോ ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നല്ല മാർക്കുള്ള കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്കോളർഷിപ്പിനൊക്കെ നല്ല പോസിബിലിറ്റിയുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ അവർക്ക് സജസ്റ്റ് ചെയ്യാം. കാരണം അവർ അത് നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്, അവർക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ പഠന കാലയളവിലും അല്ലെങ്കിൽ നമുക്കൊരു എൻട്രി ലെവൽ സ്കോളർഷിപ്പുകളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സ്കോളർഷിപ്പുകളുണ്ട്. ഇതൊക്കെ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയും.